ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റിനെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ബിജാപൂരിലെ ബൈറാംഗഡിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ വർഷം ഇതുവരെ ഛത്തീസ്ഗഡിൽ 71 മാവോയിസ്റ്റുകളെയാണ് വധിച്ചത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് എപ്പോഴായിരുന്നു ഏറ്റുമുട്ടൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. രാവിലെ ഛത്തീസ്ഗഡ് പോലീസും ഒപ്പം തന്നെ കോബ്ര കമാൻഡോകളും ചേർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഒരു മാവോയിസ്റ്റിനെ വധിച്ചിരിക്കുന്നു. തുടർന്ന് ഇപ്പോഴും പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ പേർ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ഏപ്രിൽ 16-നുണ്ടായ ഏറ്റുമുട്ടലിൽ കങ്കറിൽ 29 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ വലിയ വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊരു ആസൂത്രിതമായ വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതിന് മറുപടിയുമായി പ്രധാനമന്ത്രി അടക്കമുള്ളവർ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൊല്ലപ്പെട്ട 29 മാവോയിസ്റ്റുകളെയും തിരിച്ചറിഞ്ഞു എന്നും ഇതിൽ 14 പേർ നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റിലെ അംഗങ്ങളാണ് എന്നുമുള്ള വിശദീകരണവുമായി ഛത്തീസ്ഗഡ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട 29 പേരിൽ 15 പേർ സ്ത്രീകളാണ്. അതേസമയം ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇന്ന് മരിച്ച മാവോയിസ്റ്റ് അടക്കം 71 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകൾ സജീവമാക്കിയിരിക്കുന്നതെന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് നൽകുന്ന വിശദീകരണം. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.